പലസ്തീൻ എൻക്ലേവിൽ നിന്നും ഇസ്രയേലി സൈന്യം യുദ്ധ അഭയാർത്ഥികളെ പുറത്താക്കുമെന്ന ഭീതി പടരുന്നതിനിടെ ഈജിപ്ഷ്യൻ സർക്കാർ ഗാസയുടെ അതിർത്തിയിൽ നിഗൂഢമായ മതിൽ പണിയാൻ ആരംഭിച്ചതായി റിപ്പോർട്ടുകൾ. അസോസിയേറ്റഡ് പ്രസ്, ന്യൂയോർക്ക് ടൈംസ് അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈജിപ്തിന്റെ രഹസ്യ നീക്കം പുറത്തുവന്നതോടെ കലിയിളകി നിൽക്കുകയാണ് ഇസ്രയേൽ. രഹസ്യ കോട്ടകളൊന്നും ഉയരരുത്, അവ ശ്രദ്ധയിൽപ്പെട്ടാൽ തകർത്തെറിഞ്ഞേക്കുക. റഫയിലേക്ക് ആക്രമണം കടുപ്പിക്കുന്ന IDFന് നെതന്യാഹു നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്. മതിൽ ഉയരുന്നതിന്റെ ഉപഗ്രഹ ചിത്രങ്ങളെ ഉദ്ധരിച്ച് പുറത്തുവന്ന റിപ്പോർട്ടിനോട് പ്രതികരിക്കാൻ ഈജിപ്ഷ്യൻ ഉദ്യോഗസ്ഥർ വിസമ്മതിച്ചു. റഫയിലെ ഇസ്രയേലി ആക്രമണത്തിൽ പലായനം ചെയ്യുന്ന ഗാസ നിവാസികളെ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒരു സുരക്ഷിത ബഫർ സോണായിരിക്കും ഇതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. റഫയിൽ നിന്നുമെത്തിയ പലസ്തീനികളെ ബലപ്രയോഗത്തിലൂടെ പുറത്താക്കരുതെന്ന് ഈജിപ്ത് ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടു. ഇസ്രയേൽ നടത്തുന്ന അധിനിവേശത്തിൽ നിന്നും പലായനം ചെയ്യുന്ന സിവിലിയന്മാർക്കുള്ള അവസാന അഭയ കേന്ദ്രമായ റഫയിൽ ഇസ്രയേൽ പ്രതിരോധ സേന കരയാക്രമണത്തിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചതിന് പിന്നാലെയാണ് നിർമ്മാണ പ്രവർത്തികൾ ആരംഭിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ. ഒക്ടോബറിൽ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഏകദേശം 1.4 ദശലക്ഷം ഗാസ നിവാസികൾ റഫയിൽ അഭയം തേടിയിട്ടുണ്ട്. ഹമാസിനെ വേട്ടയാടുന്നതിനിടയിൽ എൻക്ലേവിന്റെ ഭൂരിഭാഗവും ഇസ്രയേലി ഡിഫൻസ് ഫോഴ്സ് തകർത്തിട്ടുണ്ട്. പ്രാദേശിക ആരോഗ്യ അധികാരികളുടെ കണക്കനുസരിച്ച് ഏകദേശം 29,000 പേർ ഇതിനോടകം കൊല്ലപ്പെട്ടു. ഗാസയുടെ തെക്കൻ അതിർത്തിക്കടുത്തുള്ള ബഫർ സോണിൽ 5 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ മതിൽ പണിയുമെന്നും ഇതിന് ഏകദേശം 5 മീറ്റർ അതായത് 16 അടി ഉയരമുണ്ടാകുമെന്നും ഈജിപ്ഷ്യൻ സൈന്യം നിയോഗിച്ച അജ്ഞാത കോൺട്രാക്ടറെ ഉദ്ധരിച്ച് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു. ഈജിപ്തിലേക്ക് കടക്കാൻ IDF ഗാസ നിവാസികളെ നിർബന്ധിക്കില്ലെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് പറഞ്ഞു. ഈജിപ്തുമായുള്ള ഞങ്ങളുടെ സമാധാന കരാറിനെ ഞങ്ങൾ ബഹുമാനിക്കുകയും വിലമതിക്കുകയും ചെയ്യുന്നു. അത് മേഖലയിൽ സുസ്ഥിരതയുടെ പ്രധാന പങ്കാളിയാണ്. റഫയിൽ നിന്ന് സിവിലിയന്മാരെ ഒഴിപ്പിക്കാനും ഗാസയിലെ ഹമാസിന്റെ ശക്തി കേന്ദ്രം തകർക്കാനും പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സൈന്യത്തോട് ഉത്തരവിട്ടതിന് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഗാലന്റിന്റെ പ്രസ്താവന. ഇതിനിടെ അതിർത്തി നഗരമായ റഫയിൽ ഇസ്രയേൽ സൈനിക ആക്രമണം നടത്തുമ്പോൾ അവിടെയുള്ള ലക്ഷക്കണക്കിന് പലസ്തീനികൾ ഈജിപ്തിലേക്ക് ഒഴുകുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പുമായി ഐക്യരാഷ്ട്രസഭ രംഗത്ത്. റഫയിൽ ഒരു സൈനിക നീക്കത്തിനുള്ള സാധ്യത, അതോടെ അതിർത്തി അടച്ചുപൂട്ടുന്നതിനുള്ള സാധ്യത, ജനസാഗരം ഒഴുകുന്നതിനുള്ള സാധ്യത, ഈജിപ്തിന്റെ പേടി സ്വപ്നം, അത് നമ്മുടെ കൺമുൻപിലുണ്ട്. ജനീവയിൽ നയതന്ത്രജ്ഞരോട് മാർട്ടിൻ ഗ്രിഫ്ത് പറഞ്ഞു. സുരക്ഷിതമായ സ്ഥാനത്തേക്ക് ഗാസയിലെ ജനങ്ങൾ ഒഴിഞ്ഞു പോകുക എന്ന നിർദ്ദേശം വെറും മിഥ്യ മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു.